Welcome to the BSc BE Physics, Paper 3, 56th lecture, Semester 6, Optics paper, Classical Optics, Classical and Modern Optics. And this is the last lecture in this paper, and this is a model question paper discussion. Model question paper discussion means only reading the question. Answers are given in your notes. If you refer notes, you can find answers of all questions. So this is a checklist for your examination. When you go for the examination, you have to remember all the answers of the questions given here. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ചെക്ക് ലിസ്റ്റാണ്. എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, എന്തെല്ലാം ഓർമ്മയുണ്ടാകണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പരീക്ഷ നന്നായിരിക്കും. ഇറ്റ്സ് എ ലാസ്റ്റ് ലെക്ചർ ഓഫ് ക്ലാസിക്കൽ ഒപ്റ്റിക്സ്. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതിനേക്കാൾ കൂടുതലാണ്, കാരണം ഇവിടെ 44 ക്വസ്റ്റ്യൻ വരെ ഉണ്ട്. നമ്മളൊരു 35 ക്വസ്റ്റ്യനാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചോയ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തത് എ പാർട്ടാണ്, സെക്ഷൻ എ പാർട്ടാണ്. നിങ്ങൾക്കറിയാം, അത് 1 മാർക്കിൻ്റെ പാർട്ടാണ്. അത് കൃത്യം 10 ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഇത്തവണ അതിനകത്ത് മാത്രം ഈ ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണത്തില്ല, ബാക്കി എല്ലാത്തിനകത്തും ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടായിരിക്കും. ഇതിനകത്ത് 10 ക്വസ്റ്റ്യൻ തന്നെ. പക്ഷെ ഇവിടെ നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ 20 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പഠിക്കാനായിട്ട് ഒരു ചോയ്സ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ചോയ്സ് പരീക്ഷയ്ക്ക് കാണത്തില്ല. കൃത്യം 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എ പാർട്ടിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഒപ്റ്റിക്സിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നോക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സ്പ്ലെയിൻ കൊഹറൻറ്റ് സോഴ്സസ്. അത് ഞാൻ പാർട്ട് കൊടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗീവ് ദ കണ്ടീഷൻസ് ഫോർ മാക്സിമം ഓഫ് ഇൻ്റർഫറൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹാഫ് പീരിയഡ് സോൺ. ക്വസ്റ്റ്യൻ നമ്പർ 3, സ്റ്റേറ്റ് ബ്രൂസ്റ്റേഴ്സ് ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പൈലോപ്ലേറ്റ്സ്. നമ്പർ 4, വാട്ട് ഈസ് എ പോളറോയിഡ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ റിഫ്ലക്ഷൻ ഹോളോഗ്രാം. ക്വസ്റ്റ്യൻ നമ്പർ 5, കമ്പയർ എ കോൺവെക്സ് ലെൻസ് ആൻഡ് എ സോൺ പ്ലേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഗിവ് ത്രീ യൂസ് ഓഫ് ഹോളോഗ്രാഫി. ക്വസ്റ്റ്യൻ നമ്പർ 6, ഗിവ് 2 യൂസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് യൂസ് ഓഫ് ലേസർ. അപ്പോൾ ഇവിടെ ലേസറിൻ്റെ ആപ്ലിക്കേഷൻ, ഹോളോഗ്രാഫിയുടെ യൂസ്, ഫൈബറിൻ്റെ യൂസ്, ഏതെങ്കിലും യൂസ് തീർച്ചയായിട്ടും കാണും. 1-2 യൂസുകളൊക്കെ ചോദിക്കും. നിങ്ങളൊരു 4 യൂസ് വരെ എഴുതാം, കാരണം 2 മാർക്കിൻ്റെ 1 മാർക്കാണ്. 1 മാർക്കാണെങ്കിൽ 4 യൂസ് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 7, എക്സ്പ്ലെയിൻ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്സ്. ഗിവ് റാലിസ് ക്രൈറ്റീരിയൻ ഫോർ റെസൊല്യൂഷൻ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ബാറുണ്ട് അവിടെ. റാലിസ് ക്രൈറ്റീരിയൻ ഫോർ റെസൊല്യൂഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 8, സ്റ്റേറ്റ് ലോ ഓഫ് മാലസ്. Next question, list the Einstein coefficients. Number 9, what is stimulated emission? Next, what are localized differences in microinterferometer? Number 10, explain semiconductor laser. Next is, what is optical pumping? അങ്ങനെ 10 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 20 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം പഠിച്ചാൽ 10 തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 8 എണ്ണം ആൻസർ ചെയ്യണം. 80 ക്വസ്റ്റ്യൻസ് ആർ ടു ബി ആൻസേർഡ്. 12 ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ്. നമ്പർ 11, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫെർണൽ ആൻഡ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻസ്. എക്സ്പ്ലെയിൻ സ്പേഷ്യൽ കൊഹറൻസ്. നമ്പർ 12, എക്സ്പ്ലെയിൻ QWP ആൻഡ് HWP. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, explain Wood's experiment. Number 13, give the principle of Stephanopoulos fiber. Bart, explain thin film colors. Next question, derive expression for width of interference band. Next question, what are Heidinger fringes? Number 15, discuss the effect of introducing a thin film in the path of one of the interfering beams. Next question, how will you check optical plainness? Number 16, give the construction of zone plate bar. Next question, explain a phase reversal zone plate. Number 17, compare a zone plate and a convex lens. Next, give the intensity distribution of single slit diffraction pattern. Number 18, what are absent spectra? Next, explain resolving power of a grating.
Question number 19. What are the positive and negative crystals? Next, give Huygens theory of double refraction. Number 20. What is line shape function? Next, explain hologram construction. Number 21. Distinguish between a holograph and a photograph. Only one question is there. Question number 22. Write a note on non-linear optics. Next question, what is wave mixing? Wave mixing എന്താണ്? അത് NLOയിൽ വരുന്നതാണ്, നോൺ ലീനിയർ ഒപ്റ്റിക്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്കാണ്. നമുക്ക് 4 മാർക്ക് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. 4 മാർക്കാണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുള്ളതാണ്. Number 23. 2 coherent sources of intensity interfere. Intensity ratio beta interfere. Prove that in the interference pattern, I maximum minus I minimum by I maximum plus I minimum is equal to 2 root beta by beta plus 1. ക്ലാസ് ചെയ്തതാണ്. 2 coherent sources of intensity ratio beta interfere. Prove that in the interference pattern I max minus I minimum by I max plus I minimum is equal to 2 root beta by beta plus 1. Next question. Interference fringes are observed using monochromatic light of wavelength 550 nanometer and 2 cells 1 millimeter apart. If the fringes are 1.3 meter away from the cells, calculate the width of the fringes. Next question. A parallel beam of light falls on a plane transmission grating having 1800 lines per centimeter. A second order spectral line is observed to be deviated from 30 degree. Find the wavelength of the spectral line. Next question. In Newton's rings experiment, the radius of the 10th and 14th dark rings is 3 mm and 5 mm respectively. If the radius of curvature of the lens is 1 meter, find the wavelength of light. That in the class. You look back. Problem continues. സ്ഥിരം ക്വസ്റ്റ്യൻസ് അതെല്ലാം കേട്ടോ, സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് ഈ QWP. Calculate the thickness of QWP and SWP given that NE is 1.558 and NO is 1.544. The wavelength of light used is 500 nanometer. Next, in moving one of the mirrors in Michelson interferometer through a distance of 0.147 millimeter, 500 fringes cross the center of the field of view. Find the wavelength of light. Next question, സോൺ പ്ലേറ്റ് ക്വസ്റ്റ്യൻ അടുത്തത്. The strongest and the second strongest images of a zone plate illuminated by a source at 30 centimeters and 6 centimeters respectively from the zone plate. Both the images are on the same side remote
ഫ്രം ദി സോഴ്സ് കാൽക്കുലേറ്റ് the distance of the source from the zone plate and the radius of the first zone lambda is 500 nanometer. പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോട്ട് നോക്കിയാൽ മതി. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two excited lines differ in energy corresponding to wavelength 6600 angstrom and 4000 angstrom respectively with respect to the ground state. Laser transition is between the two states. Find the wavelength of the laser beam. Done in the class. അപ്പോൾ അത്രയാണ് നമ്മൾ പ്രോബ്ലം പാർട്ടായിട്ട് പഠിക്കേണ്ടത്. പ്രധാനമായിട്ടും അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടാതിരിക്കത്തില്ല. യു സ്റ്റഡി ഓൾ ഓഫ് ദിസ്. ഇത് നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻ ആണ്. പതിവ് പോലെ നമ്മളിവിടെ 8 എസ് എ ആണ് കൊടുത്തിരിക്കുന്നത്. പരീക്ഷയ്ക്ക് 4 എണ്ണം ചോദിക്കും. 4 അല്ല, ഇത്തവണ ചിലപ്പോൾ ഒരു 8 എണ്ണമൊക്കെ ചോദിക്കും. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ 44 വരെ കാണും. നമ്മളിവിടെ 35 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കോവിഡ് കാരണം ക്വസ്റ്റ്യൻ്റെ എണ്ണമൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ 8 എണ്ണം പഠിക്കുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾ 2 എണ്ണം കിട്ടാതിരിക്കത്തില്ല. 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. പിന്നെ 4 ക്വസ്റ്റ്യനാണ് പതിവായിട്ട് ചോദിക്കുന്നത്. ഈ കോവിഡ് പ്രമാണിച്ച് ചിലപ്പോൾ 6 or 8 ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുക. അപ്പോൾ എസ് ഐ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാകുന്ന കാര്യമല്ല. അപ്പോൾ ഈ എസ് ഐ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഓരോന്നിനും 15 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32. എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാംസ് ദി ഫെർണൽ ബൈപ്രിസം എക്സ്പെരിമെൻറ്റ് ടു മെഷർ ദി വേവ് ലെങ്ത് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്. ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദി ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെൻറ്റ് വിത്ത് തിയറി. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട എസ്സേകളാണ്. റിപ്പീറ്റഡ് ടൈപ്പ്. നമ്പർ 33. ഗിവ് ദ തിയറി ഓഫ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. How is wavelength of light is measured using it. Other question. Describe the construction and working of A. Ruby laser and B. helium-ion gas laser. Number 34. Describe the Michelson interferometer. How is the wavelength of light is measured using it. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദി ഫ്രണ്ട് ഡിഫ്രാക്ഷൻ അറ്റ് സ്ട്രൈറ്റ് എഡ്ജ്. എഴുതുമ്പോൾ ആ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷനൊക്കെ വരക്കാൻ മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ ഗിവ് ദ പ്രിൻസിപ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ആക്ഷൻ ഓഫ് നിക്കോൾ പ്രിസം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് എക്സ്പ്ലെയിൻ വിത്ത് തിയറി ദ നോർമൽ ആൻഡ് അനോമലസ് ഡിസ്പേഴ്സൺ. ആൻഡ് അനോമലസ് ഡിസ്പേഴ്സൺ. ദാറ്റ് ഓൾസോ യു സ്റ്റഡി. അപ്പോൾ ഇത്രയും പഠിക്കുകയാണെങ്കിൽ 8 ക്വസ്റ്റ്യൻ ഷുഗറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്റ്റിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ സിലക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെക്ക് ലിസ്റ്റാണ്. നമ്മളെല്ലാം പഠിച്ചതിന് ശേഷം എന്തൊക്കെ അറിയാമെന്നുള്ളതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റാണ്. ഇതെല്ലാം അറിയാമെങ്കിൽ പരീക്ഷ നന്നായിരിക്കും എന്നർത്ഥം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പഠിക്കുക, എന്നിട്ട് പരീക്ഷ നന്നായിട്ട് എഴുതുക. നമ്മുടെ ക്ലാസിക്കൽ ഒപ്റ്റിക്സ് പേപ്പർ ഇവിടെ കൊണ്ട് തീരുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തുടർന്നുള്ള അവസരങ്ങളിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ഉത്തരം എഴുതി തരാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ കാണാത്ത ക്വസ്റ്റ്യനൊക്കെ കാണും. ചില പരീക്ഷയുടെ ക്വസ്റ്റ്യനൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങളുടെ അറിവിൽപ്പെടുകയാണെങ്കിൽ, അറിഞ്ഞുകൂടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ഉത്തരം അറിയിക്കുന്നതാണ്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ദാറ്റ് ഇസ് ഓൾ. താങ്ക് യു വെരി മച്ച്. ബെസ്റ്റ് ഓഫ് ലക്ക്.